എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സുജിത്ത്. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്നുള്ള വിഷയമാണ്. ഇത് IGC 1-ൽ, അതായത് IGC 2 Element-5-ലുള്ള ചാപ്റ്ററാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റി. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെങ്കിൽ ഏത് വർക്ക് പ്ലേസിലും കറണ്ട് ഇല്ലാതെ നമുക്കൊരു കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്താണ് ഇലക്ട്രിക്കൽ സേഫ്റ്റി, അതായത് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് എന്താണ്, അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇലക്ട്രിസിറ്റി എന്താണ് എന്നുള്ള വിഷയങ്ങളും, പിന്നെ അവിടെയുള്ള പോർട്ടബിൾ എക്യുപ്മെൻറ്റ്സ് എന്താണ്, അതിനുള്ള സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ആ വ്യക്തിക്ക് ഷോക്ക് അടിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്നുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ നോക്കുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഇതിനകത്തിൽ പഠിക്കുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് വരുവാൻ സാധ്യതയുള്ളത്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഹസാർഡ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പോർട്ടബിൾ എക്യുപ്മെൻറ്റ്സിൻ്റെ ആക്സിഡൻറ്റ്സ് എന്തൊക്കെയാണ്, അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയസ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓവർഹെഡ് പവർ ലൈൻസ്, റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് എന്താണ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്ക്. അതുകൂടാതെ തന്നെ ഈ ചാപ്റ്ററിൽ വളരെ നല്ലതായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ് റൂട്ട് ആൻഡ് വിഷ്വൽ ഇൻസ്പെക്ഷൻ ഓഫ് പോർട്ടബിൾ അതായത് അപ്ലയൻസ്. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ടബിൾ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഉണ്ട്, എന്താണെങ്കിലും അതെങ്ങനെയാണ് നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുന്നതും അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇതിനകത്തിൽ ചോദിക്കുവാൻ സാധ്യതയുള്ളത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫ്രീക്വൻസി ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് ദ ടെസ്റ്റിംഗ്, അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ടെസ്റ്റിങ്ങിലും ഈ ഇൻസ്പെക്ഷനിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റിയിൽ പഠിക്കാനുള്ളത്. വലിയൊരു ചാപ്റ്റർ അല്ല എങ്കിലും നിബോഷ് എപ്പോഴും ചോദിക്കുന്ന പല ചോദ്യങ്ങൾ ഇതിനകത്തിൽ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, എന്താണ് അപകടങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ എന്താണ് ഇലക്ട്രിസിറ്റി, അതിനായിട്ടുള്ള അതിനകത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതും പഠിക്കേണ്ട അത്യാവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ വോൾട്ടേജ്, എന്താണ് ഈ കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്. ഇത് ഞാനൊരു പൈപ്പ്, ഇപ്പോൾ ഒരു ഗാർഡൻ, അതായത് ഒരു പുൽത്തകിടിയിൽ എന്തെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് എങ്ങനെയാണ്, അതിനകത്തെ എത്ര കറണ്ട്, എത്ര വെള്ളം വരാൻ സാധ്യതയുണ്ട്, എത്ര ഫോഴ്സിലാണ് വെള്ളം വരുന്നത്, അത് എത്ര ശതമാനമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് എത്രയാണ്, അതിൻ്റെ പ്രഷർ എത്രയാണ്. ഇപ്പോൾ ഒരു വെള്ളം വരുന്ന ഒരു പൈപ്പാണെങ്കിൽ അതിന് എത്ര പ്രഷറിൽ വെള്ളം വരും. ഓക്കെ, അതിന് പറയുന്നതാണ് കറണ്ടിൽ പറയുന്നതാണ് കറണ്ടിൻ്റെ വോൾട്ട്, എത്ര പ്രഷറിൽ വരും. ഓക്കെ, അപ്പോൾ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് എത്രയാണ്. ഇപ്പോൾ ഒരു മിനിറ്റിൽ ഇത്ര ശതമാനം, അല്ലെങ്കിൽ 2 മിനിറ്റ് ഇത്ര ശതമാനം വെള്ളം വരും ഒരു പൈപ്പിൽ കൂടെ. അപ്പം ആ ഒരു കറണ്ടിനെ അനുവദിച്ച് പറയുകയാണെങ്കിൽ എത്ര ശതമാനം വരുന്നത്, അതായത് കറണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, അതായത് എത്ര ആണ് വരുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണ് വരുന്നത്, അതിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഇത് VIR നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. V എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ്, കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ I, റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ R. ഓക്കെ, V = I × R. അതാണ് നമ്മുടെ ഇത് കണക്കാക്കുന്നത്. ഓംസ് എന്ന് അത് ഒരു വലിയ നിയമമാണ്, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. എന്തൊക്കെയായാലും ഈ 3 കാര്യങ്ങൾ കൂടിയ ഒരു കറണ്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. ഈ പാരാമീറ്റർ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇതിൻ്റെ റിലേഷനെ കുറിച്ച് നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ആ ടോപ്പിക്കാണ്, അതിനെക്കുറിച്ചല്ല നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രിക്കൽ ഷോക്ക് ഹസാർഡ്സിൽ ഉണ്ടാകുന്ന എന്തൊക്കെ ഹസാർഡ്സ് ആണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് ആയിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഷോക്ക്. അതായത് നമുക്കറിയാം, ആരെങ്കിലും
ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കാത്ത നല്ല ഒരു മുതിർന്നവരായിട്ടുള്ള ആരും കാണത്തില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ ഷോക്സ് ഉണ്ടാകാം. അത് എന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാരണങ്ങളുണ്ട്. ആ ഷോക്ക് കൊണ്ട് വളരെ വലിയ അവസ്ഥയിൽ, അതായത് വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല മസിൽ ഗ്രിപ്സ് എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് ഇലക്ട്രിക്കൽ ഷോക്ക് കൊണ്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പൊള്ളലേക്ക്, ബേൺസ് എന്ന് പറയും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ പൊള്ളലും ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ശതമാനമാണ് കറണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അത് അടിസ്ഥാനമായിട്ടിരിക്കും. പിന്നെ അത് വരുന്നതെന്ന് കഴിഞ്ഞാൽ ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ, അതായത് തീ കത്താനും എക്സ്പ്ലോഷന്, വലിയ തീ കത്താനുമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ആർക്കിംഗ് ഉണ്ട്, സെക്കൻഡറി എഫക്റ്റ് ഉണ്ട്. ഇത് സെക്കൻഡറി എഫക്റ്റ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. സെക്കൻഡറി എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ ഒരാൾ സ്കഫോൾഡിൻ്റെ മണ്ടയ്ക്ക് എന്നിട്ട് ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നു, അദ്ദേഹം കറണ്ട് അടിച്ച് മണ്ടയ്ക്ക് താഴെ വീഴുന്നു. അതൊരു സെക്കൻഡറി എഫക്റ്റ് ആണ്. അതായത് കറണ്ട് അടിച്ച് അവിടുന്ന് മണ്ടയ്ക്ക് താഴെ വീണു. അത് വലിയൊരു ഹസാർഡ്സിന് വഴിയൊരുക്കുന്നു. അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകൂടി നോക്ക്, എന്തൊക്കെ ഫാക്ടേഴ്സാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് അധികമായിട്ട് ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരിക്കലും മറന്നു പോകരുത്. വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞു, റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? അപ്പോൾ അതൊക്കെ ഇതിനകത്തിൽ പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ്. ദർ ഈസ് എ സിമ്പിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ദി ഹയർ ദി വോൾട്ടേജ് ദി ഗ്രേറ്റർ ദി കറണ്ട്. അതായത് വോൾട്ടേജ് കൂടുമ്പോഴും കറണ്ടും കൂടും, കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു കാരണമാണ് വോൾട്ടേജും. പിന്നെ ഡ്യൂറേഷൻ, അതായത് സമയപരിധി. ദി ലെങ്ത് ഓഫ് ദി ടൈം ദാറ്റ് എ പേഴ്സൺ ടു ദി എക്സ്പോസ്ഡ് ടു ദി ഫ്ലോ ഓഫ് ദി ഇലക്ട്രിസിറ്റി ഈസ് ഒത്തിരി, അതായത് ഒരു ഡ്യൂറേഷൻ, അതായത് ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയപരിധി കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പരിധി കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഒത്തിരി ഫ്ലോ ആയിട്ട് ആ പേഴ്സണിൽ ഒത്തിരി ശതമാനം, അതായത് ഒത്തിരി ശതമാനം ഇഞ്ചുറി ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് എ സി കറണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദ കറണ്ട് പാത്ത്, അതായത് നമ്മൾ കറണ്ട് പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിനെ സഞ്ചരിക്കുവാനുള്ള വഴി. ഇത് റൂട്ട് ഓഫ് ദാറ്റ് ദി ഇലക്ട്രിസിറ്റി ടേക്ക് ആസ് ഇറ്റ് ദ ഫ്ലോ ത്രൂ ദി ബോഡി ഈസ് ഓൾസോ ദി ക്രിട്ടിക്കൽ. അതായത് കറണ്ട് പാത്ത്, അതായത് ബോഡിയിലൂടെയുള്ള കറണ്ടിൻ്റെ പാസേജ് കൊണ്ടും ഒത്തിരിയും ഒരു ഇഞ്ചുറി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ്, ഇപ്പോൾ ദർ ഈസ് ഇത് സിമ്പിൾ, അതായത് ഒത്തിരി റെസിസ്റ്റൻസ് കൂടിയ അവസ്ഥയാണെങ്കിൽ കൂടുതലായിട്ട് കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞാണെങ്കിൽ കുറഞ്ഞ അവസ്ഥയിലും കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഒത്തിരിയും കറണ്ട് അടിക്കുകയില്ല. ഇപ്പം നമ്മൾ ഒത്തിരിയും, അതായത് ഇപ്പം വെറ്റ് കണ്ടീഷനിലാണ്, ഇപ്പോൾ ഒരു നനഞ്ഞ അവസ്ഥയിലാണെങ്കിൽ കൂടുതലായിട്ട് കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. കോണ്ടാക്ട് സർഫസ് ഏരിയ, അതായത് ഇപ്പം നമ്മുടെ ഏത് സ്ഥലത്താണ്, ഇപ്പോൾ ഒരു കേബിൾ ആണെങ്കിൽ അത് നമ്മുടെ എവിടെയാണ് ടച്ച് ചെയ്ത്, ഇപ്പോൾ സ്കിന്നിലാണോ ടച്ച് ചെയ്തിരിക്കുന്നത്, അതായത് ഏതെങ്കിലും നമ്മുടെ എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് അതിലും ഡിപ്പെൻഡ് ആയിരിക്കും ഇലക്ട്രിക്കൽ ഷോക്ക്. പിന്നെ എൻവയോൺമെൻറ്റ്, അതായത് ഈ എൻവിറോൺമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എങ്ങനെയാണ് റെസിസ്റ്റൻസ്, എങ്ങനെയാണ്, ഇപ്പോൾ ഒത്തിരിയും വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയ ആണോ, അതോ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണോ, അത് ഹ്യൂമിഡായിട്ട്, അതായത് ഒരു ഉഷ്ണാവസ്ഥയിലുള്ള ഏരിയ ആണോ, മെറ്റൽ ഇപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മണ്ടയ്ക്കാണോ, അത് ചെരുപ്പില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണോ. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ ഒരു ഷോക്ക്, ഒരു കറണ്ടിൻ്റെ ഒരു കേബിൾ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വ്യക്തിക്കും കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നാച്ചുറൽ ഓഫ് ദി ക്ലോത്തിങ് ആൻഡ് ഫുഡ്വെയർ. ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന ഷൂ ആണെങ്കിലും അതിൻ്റെ അപ്പോൾ ക്ലോത്തിങ് അനുസരിച്ചാണെങ്കിലും അതും ഒരു സാധ്യതയുണ്ട്. ദ പ്രസൻസ് ഓഫ് ദി പൊട്ടൻഷ്യൽ സെക്കൻഡറി ഹസാർഡ്സ്, അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ഹസാർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ടബിൾ എക്യുപ്മെൻറ്റ് കൊണ്ട് ഇപ്പോൾ ഒരാൾ മണ്ടയ്ക്ക് ഒന്ന് വർക്ക് ചെയ്യുന്നു, അദ്ദേഹം ആ ഷോക്ക് അടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് വേറെ ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. അതിനാണ് സെക്കൻഡറി ഹസാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിബോഷ്, ഇതാണ് മെയിനായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്
ദ കോസസ് ഓഫ് ദി പോർട്ടബിൾ ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആക്സിഡൻറ്റ്. എന്തൊക്കെ കാരണങ്ങളാണ് പോർട്ടബിൾ എക്യുപ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ എന്തൊക്കെ പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ യൂസിങ് ഇത് അൺസൂട്ടബിൾ എക്യുപ്മെൻറ്റ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് സൂട്ടബിൾ അല്ല, അതായത് ഒരിക്കലും അതിന് ചേർന്ന ഉപകരണമായിരിക്കത്തില്ല. യൂസിങ് എക്യുപ്മെൻറ്റ് ഇൻ ദ വെറ്റ് ഓർ ദ ഹ്യൂമിഡ് കണ്ടീഷൻ, അതായത് നനഞ്ഞ അവസ്ഥയിലുള്ള മെഷീനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകാം മിസ്യൂസിങ്. ഇപ്പോൾ ഒരു മെഷീൻ നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ്, അതായത് അതിൻ്റെ സോക്കറ്റ് നമ്മൾ ഇപ്പോൾ ഒരു പ്ലഗ് സോക്കറ്റ് വേണം നമുക്ക്, അത് സോക്കറ്റ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുക, അതൊക്കെ ഒരു കാര്യങ്ങളാണ് അബ്യൂസ്. അതായത് ഫിസിക്കൽ അബ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിൽ ക്യാരിങ് ഇത് ബൈ ദ ടൂൾസ് ബൈ ദ ഫ്ലെക്സ്, അതായത് നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്നത് നമ്മൾ കേബിൾ എന്ന് പറയുന്നതിന് ഫ്ലെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സ് നമ്മളിപ്പോൾ ഒരു മെഷീൻ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ കേബിളല്ല പിടിക്കേണ്ടത്, അത് മെഷീൻ്റെ ഹാൻഡിലാണ് പിടിക്കേണ്ടത്. ചില ഒരു ബോധമില്ലാത്ത വർക്കേഴ്സ് അതിൻ്റെ കേബിളിൽ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സ് ഇപ്പോൾ നമുക്ക് ഒത്തിരി വരികയാണെങ്കിൽ അതിനകത്ത് ലൂസ് കണക്ഷൻ ഉണ്ടാകും, അതൊരു കാരണമാണ് ഷോക്ക് അടിക്കാനുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പയർ ദി ക്യാരിഡ് ഔട്ട് ബൈ ദി അൺഓതറൈസ്ഡ് പേഴ്സൺ, അതായത് ഇതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ റിപ്പയർ ചെയ്യുന്ന പേഴ്സൺ അത് ഇലക്ട്രീഷ്യൻ ആയിരിക്കണം, ഒരിക്കലും വർക്കറെ കൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അത് വർക്കർ ആണെങ്കിൽ ഇപ്പോൾ അവനറിയത്തില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതാണ് പറയുന്നത് റിപ്പയർസ് ദി ക്യാരിഡ് ഔട്ട് ബൈ അൺഓതറൈസ്ഡ് പേഴ്സൺ. അതുകൊണ്ടും ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് യൂസ് ഓഫ് ദി ഫാൾട്ടി ദ ഡിഫക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്യുകയാണ്, നമ്മളെപ്പോഴും നിരന്തരമായിട്ടൊരു മെഷീൻ യൂസ് ചെയ്യുകയാണ്, അത് ഡിഫക്റ്റീവ് ആയിരിക്കും, അത് യൂസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അപകടം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഡാമേജ് ഓഫ് ദി ഫ്ലെക്സ്. ഇപ്പോൾ കെമിക്കൽ പ്ലാന്റുകളിൽ, ഇപ്പോൾ ഒരു സിമെൻറ്റ് പ്ലാന്റ് ആണെങ്കിലും അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനറീസിന് കെമിക്കൽ, അതായത് അവിടുത്തെ കെമിക്കൽ കൊണ്ട് അതിൻ്റെ കേബിൾസ് നമുക്ക് ഡാമേജ് ആവും. ആ ഒരു കേബിൾ ഡാമേജ് ആയത് കാരണവും ആ മെഷീനിൽ നിന്നും ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ലാക്ക് ഓഫ് ദി റൂട്ടീൻ ഇൻസ്പെക്ഷൻ, അതായത് ഇതിന് എപ്പോഴും നമ്മൾ അത് ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്തുള്ള പോരായ്മകൾ കൊണ്ടും ഇതിനകത്തിൽ പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ. ദ കോസസ് ഓഫ് ദി പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആക്സിഡൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് ഉറപ്പായിട്ടും എഴുതുക. അപ്പോൾ നമ്മൾ പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ആക്സിഡൻറ്റിനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ കണ്ടു. അപ്പോൾ അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് കൺട്രോൾ മെഷേഴ്സ്, എങ്ങനെയാണ് ഈ അപകടങ്ങൾ, ഒരു പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് അപകടങ്ങൾ കുറയ്ക്കുന്നത്? ഇത് മെയിനായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തുള്ളത് കൺസിഡർ ദി യൂസിങ് ഓഫ് ദി ബാറ്ററി പവേർഡ് എക്യുപ്മെൻറ്റ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുക ബാറ്ററി കൊണ്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്ത. പിന്നെ കൺസിഡർ ദി യൂസ് ഓഫ് ദി റെഡ്യൂസ്ഡ് ദി ലോ വോൾട്ടേജ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. പ്രൊവൈഡ് ദി ഇൻക്രീസ് ദി പ്രൊട്ടക്ഷൻ ത്രൂ ദി യൂസേജ് ഓഫ് ദി റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസ്, അതായത് നമ്മൾ കറണ്ട് ബ്രേക്കറുകൾ പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികമായിട്ട് എവിടെയെങ്കിലും കറണ്ട് ഫ്ലോ ആകുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആകും. ആ കാര്യങ്ങൾ യൂസ് ചെയ്യുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേറ്റഡ് ദ കേബിൾ കെയർഫുള്ളി എവേ ഫ്രം ദി ഹസാർഡ്സ്. ഇപ്പോൾ നമുക്ക് കുറേ വെഹിക്കിൾ മൂവ്മെൻ്റ് ഉള്ള ഏരിയ ആണെങ്കിൽ ആ കേബിളുകൾ നമ്മളിപ്പോൾ അതിൻ്റെ വെഹിക്കിളുകൾ മണ്ടയ്ക്കൂടെ പോകുന്നതുകൊണ്ട് അതൊക്കെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതൊക്കെ അങ്ങനെ ഉണ്ടാകാതിരിക്കുക. കൺസിഡർ ദി യൂസ് ഓഫ് ദി ഡബിൾ ഇൻസുലേറ്റഡ് എക്യുപ്മെൻറ്റിന് ഒരു മാർക്കിംഗ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ മിക്ക കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത് ഡബിൾ ഇൻസുലേറ്റഡ് ആണ്. അതൊത്തിരി നമുക്ക് ഷോക്ക്, അതായത് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് കുറയ്ക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ ക്യാരിഡ് ഔട്ട് പ്രീ യൂസ്ഡ് ചെക്ക് ഓഫ് ദി എക്യുപ്മെൻറ്റ്, അതായത് പ്രീ യൂസ് ചെക്ക്. നമ്മളിപ്പോൾ ഒരു മെഷീൻ എടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അത് ചെക്ക് ചെയ്യുക, ആ മെഷീൻ ശരിയാണോ അല്ലയോ എന്നുള്ളത്. അതിനകത്തുള്ള സൈൻ അനുസരിച്ച്, ഇപ്പോൾ അത് ഡാമേജ്ഡ് മെഷീൻ ആണെങ്കിൽ അത് ഒരിക്കലും യൂസ് ചെയ്തത്. പിന്നെ അത് യൂസ് ചെയ്യുന്നത് ട്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഇൻ ദി സേഫ് യൂസ് ഓഫ് ദി എക്യുപ്മെൻറ്റ്. ആർക്കാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം മാത്രമേ ആ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവോയ്ഡ് യൂസിങ് ഇൻ എ വെറ്റ് കണ്ടീഷൻ. ഇപ്പോൾ നമ്മളൊരു നനഞ്ഞ അവസ്ഥയിലാണ്, അതായത് നമ്മുടെ ഇപ്പോൾ ബോഡി ഇപ്പോൾ നനഞ്ഞിരിക്കുകയാണ്,
നനഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് പ്രോഗ്രാം ഓഫ് ദി റൂട്ടീൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ. അതായത് ഡെയിലി നമ്മൾ അത് യൂസ് ചെയ്യുക, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ കേബിൾ യൂസ് ചെയ്ത് നോക്കുക, നമ്മുടെ മെഷീനറീസ് നോക്കുക. അതാണ് ഒരു റൂട്ടീൻ ഇൻസ്പെക്ഷൻ, അതായത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അത് എ പ്രോഗ്രാം ഓഫ് ദി റൂട്ടീൻ ഇൻസ്പെക്ഷൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ മെഷേഴ്സ് ആണ്. ഒരു അപകടം, അതായത് പോർട്ടബിൾ എക്യുപ്മെൻറ്റിൻ്റെ അപകടം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി വെക്കുക. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ മെഷേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. വേരിയസ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഏതൊക്കെ വേരിയസ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ് ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ് കുറയ്ക്കുന്നത്? പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ്. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ നമുക്കൊരു ഫ്യൂസ് ഉണ്ട്. അതെന്താണ് ഫ്യൂസ്? എ വീക്ക് ലിങ്ക് ഇൻ ദി സർക്യൂട്ട്. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സപ്ലൈ വരുന്ന അതും നമ്മുടെ വീട്ടിലുള്ള സപ്ലൈയും കൂടെ അതായത് ഒരു ഇൻപുട്ട് വരുമ്പോൾ ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ ഇൻപുട്ടിലേക്ക് ചേർത്താണ്, അതാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് അമിതമായിട്ട് കറണ്ട് വരികയാണെങ്കിൽ ആ വീക്ക് ലിങ്ക് അത് കട്ടാകുകയും അവിടെ നിന്ന് ആ ഇലക്ട്രിസിറ്റി ബന്ധാകുകയും ചെയ്യുന്നു. ഫ്രണ്ടിലോട്ട് അതിൻ്റെ ആഘാതം വരാതിരിക്കുന്നു. അതൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ്. അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിങ്. എന്താണ് എർത്തിങ്? എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു എർത്ത് ഫോർ എ ഫാൾട്ട് കറണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരു ലോ റെസിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു മെഷീനുണ്ട്, ആ മെഷീനിൻ്റെ ബോഡിയിൽ എർത്ത് വരുന്നുണ്ട്, ഇപ്പോൾ കറണ്ട് വരുന്നുണ്ട്. ഒരു വ്യക്തി അതേ പോയി തൊടുകയാണെങ്കിൽ ഒബ്വിയസ്ലി അദ്ദേഹത്തിന് ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കും. അഥവാ ആ മെഷീനിൽ നമ്മൾ എർത്തിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലോ ആകുന്ന എർത്ത്, അതായത് ഫ്ലോ ആകുന്ന ആ ഫാൽത്തുവായിട്ടുള്ള ആ ഒരു പ്രയോജനമില്ലാത്ത കറണ്ട് അത് നേരിട്ട് മണ്ണിലേക്ക് പോവുകയാണ്, അതായത് എർത്തിലേക്ക് പോവുകയാണ്. അതിനാണ് നമുക്ക് എർത്തിങ് കൊടുക്കേണ്ടത്. അതൊരു നല്ലൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഐസൊലേഷൻ കട്ടിങ് ദി പവർ. അതായത് ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് ദി പവർ അല്ല, പഠിക്കുക. ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് ദി പവർ. എന്താണ് കട്ടിങ് ദി പവർ? അതായത് ഐസൊലേഷൻ ചെയ്യുക. ഇപ്പോൾ ഒരു ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രക്രിയയാണ്. മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടിങ് ദി പവർ, അതായത് കട്ട് ചെയ്യുക. അത് രണ്ട് സെപ്പറേറ്റ് ആക്കുക. റെഡ്യൂസ്ഡ് ദി ലോ വോൾട്ടേജ്, അതായത് ലോ വോൾട്ടേജ് ചെയ്യുക. നമ്മളിപ്പോൾ അതിനകത്ത് തന്നെ ഒരു കൺട്രോൾ മെഷേഴ്സ് കണ്ടു, റെഡ്യൂസ്ഡ് ആൻഡ് ലോ വോൾട്ടേജ് എന്ന് വെച്ച്. സോ ദാറ്റ് ഇത് ലെസ് ദ കറണ്ട് ഫ്ലോ ഇത് ഡ്യൂറിങ് ആൻ ഇലക്ട്രിക്കൽ ഷോക്ക് ആക്സിഡൻറ്റ്. അതായത് നമുക്ക് ലോ വോൾട്ടേജ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. പിന്നെ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസ് ഉണ്ട്, അതായത് MCB ഉണ്ട്, പിന്നെ ELCB ഉണ്ട്, RCCB ഉണ്ട്. അങ്ങനെയുള്ള സെൻസിറ്റീവായിട്ടുള്ള റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസ് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും അതൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ്. ഡബിൾ ഇൻസുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാം ഇൻസുലേറ്റഡ് ഇപ്പോൾ കേബിൾസ് ഉണ്ട്, ഓക്കെ, അതുപോലെ തന്നെ മെഷീനറീസ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ലെയർ ആണെങ്കിൽ അത് എളുപ്പം ഇൻസുലേഷൻ പോകാൻ സാധ്യതയുണ്ട്. ഡബിൾ ഇൻസുലേഷൻ ആണെങ്കിൽ അതൊരിക്കലും പോകുകയില്ല, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ കേബിൾസൊക്കെ ഡബിൾ ഇൻസുലേറ്റഡ് കേബിൾസ് ആണ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടുവരിക. അപ്പോൾ അതുപോലുള്ള ഈ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റീവ്, അതായത് ഇലക്ട്രിക്കൽ ആക്സിഡൻസ് ഒത്തിരി നമുക്ക് കൺട്രോളിൽ എത്തിക്കാൻ സാധിക്കും. ഫസ്റ്റ് ഒന്നാമതെയാണ് ഞാൻ പറയുന്നത് ഫ്യൂസ് ഉണ്ട്, അതായത് ഫ്യൂസസ്, പിന്നെ എർത്തിങ്, ഐസൊലേഷൻ, റെഡ്യൂസ്ഡ് ആൻഡ് ലോ വോൾട്ടേജ്, റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസ്, ഡബിൾ ഇൻസുലേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ്, ഇലക്ട്രിക്കൽ കൺട്രോൾ മെഷേഴ്സ്. ഇനി അടുത്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ, അതായത് the things to the check during the routine visual inspection of a portable appliance. നമ്മളൊരു റൂട്ടീൻ ഇപ്പോൾ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ഒരു മെഷീൻ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അത് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ എഴുതി വെക്കുക ബോഡി ഓഫ് ദി പ്ലഗ്. അത് ബോഡിയും നമ്മൾ പ്ലഗും അത് നമ്മൾ ചെക്ക് ചെയ്യും അത് സെക്യൂർ ആണോ എന്ന്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടറിൻ്റെ ഫ്ലെക്സ് കവറും ഇന്നർ കോറും അതിൻ്റെ ബോഡി ഇൻറ്റു ദി ബോഡി ഓഫ് ദി പ്ലഗ്. അതായത് നമ്മൾ അതിൻ്റെ കേബിളും അതായത് ഔട്ടറിലുള്ളതും ഇന്നറിലുള്ളതും ആ കേബിളും ബോഡിയും നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് ഇത് നമ്മളിപ്പോൾ കേബിൾ വരുന്ന ആ പ്ലഗ് കേബിൾ ദ ക്ലാമ്പ് അപ്പിയർ. അതായത് നമ്മളിപ്പോൾ കേബിൾ ഇപ്പോൾ അതിനകത്ത് ഒരു പ്ലഗിലേക്ക് കൊടുക്കുകയാണ്. അതിനകത്ത് ആ കേബിൾ നിർത്തുവാനുള്ള ഒരു ക്ലാമ്പുണ്ട്. അത് ടൈറ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ കേബിൾ അത് ഇൻസുലേറ്റഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും കട്ടുണ്ടോ, എവിടെയെങ്കിലും എന്തൊക്കെയോ ഉണ്ടെങ്കിലും അത് ചെക്ക് ചെയ്യുക. പിന്നെ ബോഡി അപ്ലയൻസ് അതായത് നമ്മൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടറും അതിൻ്റെ അപ്ലയൻസിൻ്റെ ബോഡി അതായത് ഏതാണ് അതിൻ്റെ ബോഡി അതായത് ഒരു പോർട്ടബിൾ മെഷീൻ ആണെങ്കിൽ എക്യുപ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ബോഡി എങ്ങനെയാണ്, അതിൻ്റെ കേബിളിൻ്റെ കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അപ്ലയൻസിൻ്റെ ക്ലാമ്പും അപ്ലയൻസിലേക്ക് കൊടുത്തിരിക്കുന്ന ക്ലാമ്പിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതെവിടെയെങ്കിലും മാർക്കായിട്ടുണ്ടോ, അതിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും അതായത് സ്ക്രാച്ചസ് ഉണ്ടായിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോളിഡ് കണ്ടീഷൻ ആണോ, അതിൻ്റെ പ്ലഗും അപ്ലയൻസും അത് സോളിഡ് കണ്ടീഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു നനഞ്ഞ കണ്ടീഷൻ ആയിരിക്കത്തില്ല, അത് ആകരുത്. അതായത് ബോഡിയും ഇപ്പോൾ നമ്മൾ ഏത് അപ്ലയൻസ് ആണ് യൂസ് ചെയ്യുന്നത് അത് ഒരിക്കലും നനഞ്ഞ കണ്ടീഷനിലായിരിക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം അതിൻ്റെ ചെറിയൊരു ഈ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഓൾറെഡി നിങ്ങൾ കാണുന്ന സ്ക്രീനിനകത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളൊരു റൂട്ടീൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ആ സംഭവം അതായത് ഏത് മെഷീനാണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ ബേസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നിബോഷ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് ഫാക്ടേഴ്സ് ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഓഫ് ദി ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ള പറയുന്നതിൽ ലീഗൽ ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദി കോഡ്സ് ഓഫ് പ്രാക്ടീസ് അതൊന്നാമത്തെ പോയിൻ്റാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ദി എക്യുപ്മെൻറ്റ് ആൻഡ് ഇത് വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് ദ ഹാൻഡ് ഹെൽഡ്. ദ മാനുഫാക്ചർ റെക്കമെൻഡേഷൻസ് മൂന്നാമത് വരുന്നു. അതൊക്കെയാണ് ഏജ് ഓഫ് ദി എക്യുപ്മെൻറ്റ്, ദ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച്. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻസ്പെക്ഷന് ഒരു നമ്മളൊരു മെഷീൻ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പം ഇൻഫ്ലുവൻസ് ആയിട്ട് ഇരിക്കുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ഫ്രീക്വൻസി ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്നത് മെയിനായിട്ടും. അതിൻ്റെ ലീഗൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കോഡ്സ് ഓഫ് പ്രാക്ടീസസ് അതൊരു ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എക്യുപ്മെൻ്റാണ്, ടൈപ്പ് ഓഫ് ദി എക്യുപ്മെൻറ്റ്, അത് ഏത് എക്യുപ്മെൻ്റാണ്, അതിപ്പോൾ ഹാൻഡ് ടൂളാണോ ഏത് ടൂളാണ്, ഓക്കെ. പിന്നെ മാനുഫാക്ചർ റെക്കമെൻഡേഷൻ, എന്താണ് മാനുഫാക്ചറിൻ്റെ റെക്കമെൻഡേഷൻ, അതൊരു ഇൻഫ്ലുവൻസ് ആണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്യുപ്മെൻറ്റിൻ്റെ എത്ര ശതമാനമാണ് അതിൻ്റെ ഇൻറ്റിഗ്രിറ്റി ആൻഡ് ദ സൗണ്ട്നെസ്, അതിൻ്റെ സൗണ്ട്നെസ്സും ഇൻറ്റിഗ്രിറ്റി എത്ര ശതമാനമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ഏജ് ഓഫ് ദി എക്യുപ്മെൻറ്റ്, എത്ര വർഷമായ എക്യുപ്മെൻ്റ് ആണ്, ഓക്കെ. വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഏത് എൻവയോൺമെൻറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ വെറ്റാണോ അതോ ഡ്രൈ ആണോ, ഏത് എൻവയോൺമെൻറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് എത്ര ശതമാനം, ഇത് ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് യൂസ്, എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര നാൾ അത് വർക്ക് ചെയ്തു. അതിന് അബ്യൂസ് ഓഫ് ദി എക്യുപ്മെൻറ്റ്, അതായത് ഏതെങ്കിലും തരത്തിൽ അത് ഫിസിക്കലായിട്ടോ അതായത് അത് കറക്റ്റായിട്ട് അത് രീതിയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ടോ അത് നോക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും എഫക്റ്റ് ഓഫ് ദി എനി മോഡിഫിക്കേഷൻ, ആ മെഷീനകത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയർ നടന്നിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ നോക്കുക. പിന്നെ അതിന് വെച്ച് അനലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റെക്കോർഡ് ഓഫ് ദി മെയിൻ്റനൻസ്, ഏതൊക്കെ നാളിലാണ് അത് റെക്കോർഡ് ചെയ്തത്. ഇതാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ഫ്രീക്വൻസി
ഓഫ് ദ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉറപ്പായിട്ട് എഴുതി വെക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞു എന്താണ് ഇലക്ട്രിസിറ്റി, അതിനെക്കുറിച്ച് ഒരു ബോധം വരുത്തുവാൻ വേണ്ടി നിബോഷ് വെച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് ഇലക്ട്രിക്കൽ പരമായിട്ട് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, പോർട്ടബിൾ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്സ് കുറയ്ക്കേണ്ടത്, പിന്നെ ഒരു അപ്ലയൻസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. നിങ്ങൾക്കൊരു IGC Element-5 എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൻ്റെ ഒരു തലവേദന നമുക്ക് മാറ്റാൻ പറ്റും ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ. എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.